ഹായ് ഫ്രണ്ട്സ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആയിട്ടുള്ള nth ടൈം ഓഫ് എൻ AP എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഒരു APയുടെ ഒരു പർട്ടിക്കുലർ ടേം അല്ലെ, nth ടേം എന്ന് ഉദ്ദേശിക്കുന്നത് അത് 100th ആവാം, അല്ലെങ്കിൽ 200th ആവാം, അല്ലെങ്കിൽ 5th ആവാം. അങ്ങനെ ഒരു പർട്ടിക്കുലർ ടേം എങ്ങനെയാണ് നമ്മൾ ഒരു APയുടെ കാണുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനൊരു AP എഴുതാം. നിങ്ങൾ ബോർഡിലേക്ക് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി. ഒരു AP എഴുതാൻ പോവാണ്. 2, 5, 8, 11, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഓക്കെ, ഒരു സിമ്പിൾ AP ആണ് അല്ലെ. ഈ APനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നോക്കിയേ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഒരു APന്റെ നമ്മൾ ബേസിക് പഠിച്ച കാര്യങ്ങളൊന്ന് റീകളക്ട് ചെയ്യാം അല്ലെ. എന്താണ് ഒരു APയുടെ ആദ്യത്തെ ടേം ഫസ്റ്റ് ടേം ആണ് അല്ലെ, അത് 2 എന്ന് നമുക്കറിയാം ഈ APയില്. ഇനി നമുക്ക് ഒരു APയുടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊരു APനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുക ഏതെങ്കിലും ഒരു രണ്ട് ടേംസ് എടുത്തിട്ട് അതിൽ നിന്ന് ലേറ്റർ ടേം മൈനസ് പ്രീവിയസ് ടേം ചെയ്താൽ. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു രണ്ട് ടേംസ് എടുക്കാം. ഞാൻ ആദ്യത്തെ 2 ടേംസ് തന്നെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ D എന്ന് പറയുന്നത് എന്താണ്? 5 - 2 ആണ്. അല്ല, കോമൺ ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, നിങ്ങൾക്ക് ഏത് ടേം യൂസ് ചെയ്തിട്ട് കോമൺ ഡിഫറൻസ് കാണാം, പക്ഷെ നിങ്ങൾ എഴുതേണ്ടത് ലേറ്റർ ടേം മൈനസ് പ്രീവിയസ് ടേം ആയിരിക്കും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം കോമൺ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത്. ഓക്കെ, ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നോക്കാം ഇനി ഈ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ടേം, നമ്മൾ ഒരു APയുടെ പർട്ടിക്കുലർ ടേം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് എന്നാണ് ഇന്ന് സാറ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ. എടാ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പൊ ഇതില് നിങ്ങളോട് ഇപ്പൊ 4 ടേംസ് നമുക്ക് ഇതിൽ അറിയാം അല്ലെ. ഇതിൽ ഞാൻ നിങ്ങളോട് 5ാമത്തെ ടേം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വേഗം എളുപ്പത്തിൽ പറയും. കാരണം എന്താ? 2 അല്ലെ, 5, 8, 11. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാം അടുത്ത ടേം എന്തായിരിക്കും? 14 ആയിരിക്കും അല്ലെ. ഇനി അടുത്ത ടേം ചോദിച്ചാലും ചിലപ്പോൾ നിങ്ങൾ പറയും 17 ആയിരിക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ടേമിന്റെ ഒരു 100th ടേം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? എനിക്ക് വേണ്ടത് 100, അതായത് കുറെ അപ്പുറത്തുള്ള ടേംസ് ആണ് അല്ലെ. അടുത്തുള്ള ടേംസ് ഒക്കെ ആണെങ്കിൽ വെറുതെ നമുക്ക് ഇങ്ങനെ ഈ D വെച്ചിട്ട് ഇങ്ങനെ കൂട്ടി കൂട്ടി എഴുതി പോകാം. എന്നാൽ ഒരു 100th ടേം ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? അപ്പൊ 100th ടേം വരെ നമുക്ക് എഴുതി പോകുക എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എക്സാമിൽ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല, ഈ 100th അല്ല, ഈ APന്റെ നമുക്കൊരു 1000 ടേംസ് നമുക്ക് കാണണം അല്ലെ. അപ്പൊ നമുക്ക് 1000 വരെ എഴുതാൻ പറ്റുക എന്നുള്ളത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇതെങ്ങനെയാണ് ഈ AP ഫോം ചെയ്തത് എന്ന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ടേം ചോദിച്ചാലും നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അതാണ് nth ടേം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. nth ടേം എന്ന് പറഞ്ഞാൽ ഏത് ടേമും ആവാം. ഇപ്പം 100th ടേം ആവാം, 200 ടേം ആവാം, പിന്നെ അല്ലെങ്കിൽ 1000 ടേം ആവാം. അപ്പൊ അത് ജനറലൈസ് ചെയ്തിട്ട് നമ്മൾ അതിനൊരു ഇക്വേഷൻ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ടേം ചോദിച്ചാലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? വേഗം വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ AP ഫോം ചെയ്തത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഈ nth ടേം നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു ഈ AP എങ്ങനെ ഫോം ചെയ്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഈ APയുമായി ബന്ധപ്പെട്ട ഇതിന്റെ ഒരു സ്ട്രക്ചർ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. എടാ, നമുക്ക് ഇതിന്റെ ഒന്നാമത്തെ ടേം എന്താ? ഒന്നാമത്തെ ടേം 2 ആണ് അല്ലെ. ഒന്നാമത്തെ ടേം 2 ആണ് നോക്കാം. ഓക്കെ, ഇനി ഇതിലെ രണ്ടാമത്തെ ടേം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്ക്. എന്താണ് ഈ രണ്ടാമത്തെ ടേം അല്ലെ? 5 ആണ് അല്ലെ. അതെങ്ങനെയാ നമുക്ക് കിട്ടി? ഈ 2നോട് കൂടെ നമ്മളൊരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താണ്. ഈ 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഒരു കോമൺ ഡിഫറൻസ് അല്ലെ ആയിട്ടുള്ള 3 ആഡ് ചെയ്തിട്ടാണ് നമുക്ക് അതിന്റെ രണ്ടാമത്തെ ടേം കിട്ടിയത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, മൂന്നാമത്തെ ടേം എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് അല്ലെ? ആദ്യത്തെ ടേമിനോട് കൂടെ ഒന്ന് 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? മൂന്നാമത്തെ ടേം കിട്ടുന്നത് അല്ലെ. കറക്റ്റ് അല്ലേ? നമുക്ക് ഒരു ഫസ്റ്റ് ടേം 2 ആണ് നമുക്കറിയാം, രണ്ടാമത്തെ ടേം 5 ആണ് അല്ലെ. 5 നമുക്ക് എങ്ങനെ കിട്ടി? അതായത് ആദ്യത്തെ 2 പ്ലസ് അല്ലെ 3 ആണ് അല്ലെ. കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 3 ആഡ് ചെയ്താലല്ലേ നമുക്ക് 5 കിട്ടുന്നത് അല്ലെ. ഇനി 8 എങ്ങനെയാ കിട്ടുന്നത്? ആദ്യത്തെ ടേമിനോട് കൂടെ 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മൂന്നാമത്തെ ടേം നമുക്ക് കിട്ടും. അപ്പൊ ഈ ടേമിന്റെ എണ്ണവും അല്ലെ, ഈ നമുക്ക് കിട്ടുന്ന എങ്ങനെയാണ് ആ ടേം കിട്ടുന്നത് എന്നുള്ള ഈ എക്സ്പ്രഷനും തമ്മിലൊരു കൃത്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ആ ബന്ധം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഏത് ടേം ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അതെന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യലാണ് ഇതിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇതിലെ രണ്ടാമത്തെ ടേം എങ്ങനെയാണ് എനിക്ക് കിട്ടിയത്?
എടാ നിങ്ങളൊന്ന് നോക്ക്, രണ്ടാമത്തെ ടേം ചോദിച്ചപ്പോ ഞാൻ എന്താ ചെയ്തേ, ഫസ്റ്റത്തെ ടേമിനോട് കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു അല്ലെ. ഇനി മൂന്നാമത്തെ ടേം അല്ലെ, മൂന്നാമത്തെ ടേം ചോദിക്കുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നത്, അതിലെ ഫസ്റ്റത്തെ ടേമിനോട് കൂടെ രണ്ട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു അല്ലെ. ഇനി നിങ്ങൾ പറ, നാലാമത്തെ ടേം ചോദിക്കുന്ന സമയത്ത് എന്താ ചെയ്യാ, ഫസ്റ്റത്തെ ടേമിനോട് കൂടെ അല്ലെ മൂന്ന് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു റിലേഷൻ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ഇനി ഫിഫ്തത്തെ ടേം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ പറയും എന്താ ചെയ്യാ, ഫസ്റ്റത്തെ ടേമിനോട് കൂടെ 4 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതാണെന്ന് നിങ്ങൾ പറയും. അതെന്തുകൊണ്ടാ പറയുന്നത് അല്ലെ, ഈ നമ്പറും ഈ കോമൺ ഡിഫറൻസിന്റെ നമ്പറും തമ്മിൽ ഒരു ബന്ധമുണ്ട് അല്ലെ. ഇപ്പൊ രണ്ടാമത്തെ ടേം ചോദിക്കുന്ന സമയത്ത് ഒരു കോമൺ ഡിഫറൻസ് ആണ് ആഡ് ചെയ്തത്, മൂന്നാമത്തെ ടേം ചോദിക്കുന്ന സമയത്ത് 2 കോമൺ ഡിഫറൻസ് ആണ് ആഡ് ചെയ്തത്, നാലാമത്തെ ടേം ചോദിക്കുന്ന സമയത്ത് 3 കോമൺ ഡിഫറൻസ് ആണ് ആഡ് ചെയ്തത് അല്ലെ. ഇനി അഞ്ചാമത്തെ ചോദിക്കുന്ന സമയത്ത് 4 ആണ് ആഡ് ചെയ്തത്. അതായത് ഏത് ടേം ആണോ നമ്മളോട് ചോദിക്കുന്നത് ആ ടേം കിട്ടാൻ നമ്മൾ ശരിക്കും ആദ്യത്തെ ടേമിനോട് കൂടെ അതിൽ നിന്ന് ഒന്ന് കുറച്ച അത്രയും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി എന്നാണ് ഈ എക്സ്പ്രഷനിൽ നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലെ. അപ്പൊ ഇനി നമുക്ക് ഈ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് nth ടേം നമുക്ക് എഴുതിക്കൂടെ, ഏത് ടേം എഴുതിക്കൂടെ, 100 ടേം എങ്ങനെ നമുക്ക് എഴുതാൻ പറ, 100 ടേം അല്ലെ. നമുക്കറിയാം 100 ടേം കിട്ടാൻ ആദ്യത്തെ ടേമിനോട് എത്ര ചെയ്താൽ മതി, ഇതിൽ നിന്ന് ഒന്ന് കുറച്ച അത്രയും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി, a+99d8 അല്ലെ. ഇനി 200 ടേം ആണെങ്കിലോ പറ എങ്ങനെയാ, ആദ്യത്തെ ടേമിനോട് കൂടെ അല്ലെ ഇതിൽ നിന്ന് ഒന്ന് കുറച്ച അത്രയും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി, 199d8 അല്ലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ nth ടേം എന്തായിരിക്കും, nth ടേം എന്ന് പറയുന്നത് അല്ലെ, nth ടേം കാണാൻ പറഞ്ഞതുകൊണ്ട് ആദ്യത്തെ ടേമിനോട് കൂടെ ഇതിൽ നിന്ന് ഒന്ന് കുറച്ച അത്രയും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. എന്നിൽ നിന്ന് കുറച്ചാൽ എന്താ, n-1 അല്ലെ, n-1. ഇതാണ് നമ്മളുടെ nth ടേം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉള്ളത്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും.